ചോദ്യം: നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഉത്തരം: അതിശക്തൻ, രാജ്യത്തിന്റെ അഭിമാനം. അടുത്ത ചോദ്യം: നോട്ട് റദ്ദാക്കലിനെ കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമോ? എന്റെ ജീവിതം തന്നെ തകർന്നു പോയില്ലേ സാറേ? സമ്പാദ്യം മുഴുവൻ പോയില്ലേ? ജോലിക്കൊന്നും പോകുന്നില്ല, ബാങ്കിന്റെ മുമ്പിൽ ക്യൂ നിൽപ്പാണ് ഇപ്പോഴത്തെ പണി. അടുത്ത ചോദ്യം: പ്രധാനമന്ത്രി എങ്ങനെ? രാജ്യത്തിന്റെ അഭിമാനം, ഒരു സംശയവുമില്ല. താങ്കളുടെ നിക്ഷേപത്തെക്കുറിച്ച് ആശങ്കയുണ്ടോ? നശിച്ചു സാർ, ഇനി ജീവിച്ചിട്ട് എന്ത് കാര്യം? എല്ലാം വിറ്റ് പുറക്കി ബാങ്കിലിട്ടപ്പോൾ എന്റെ കൊച്ചിന്റെ കല്യാണവും മുടങ്ങി. ഞാൻ ജീവിച്ചിട്ട് എന്ത് കാര്യം? അയാൾ കണ്ണീർ തുടച്ചു. അഭിമുഖം നടത്തിയ ചാനൽ പ്രതിനിധി ഒടുവിൽ ക്യാമറയിൽ നോക്കി നിസ്സഹായനായി, ഇതെന്ത് രാജ്യം, ഇതെന്ത് ജനം എന്ന് ചോദിച്ചു. സാർ, ടോട്ടൽ കൺഫ്യൂഷനിലാണ്, പ്രത്യേകിച്ചും പാവപ്പെട്ടവർ. നോട്ട് റദ്ദാക്കലിനെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയെയും ജനങ്ങളുടെ ദുരിതത്തെയും ഇന്ത്യൻ പ്രധാനമന്ത്രി തന്റെ സ്വത്സിദ്ധമായ അഭിനയ പാടവം കൊണ്ട് എത്രമാത്രം നിസാരവൽക്കരിച്ചിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നതിനാണ് ഞാൻ ഈ അഭിമുഖം ഇവിടെ പറഞ്ഞത്. നമ്മുടെ പ്രധാനമന്ത്രി ഭരണാധികാരി എന്ന നിലയ്ക്കല്ല, ഒന്നാന്തരം നടൻ എന്ന നിലയ്ക്കാണ് നോട്ട് റദ്ദാക്കലിനെ കൈകാര്യം ചെയ്തത്. പ്രധാനമന്ത്രി ദിലീപ് കുമാറിനെക്കാളും അമിതാഭ് ബച്ചനേക്കാളും, എന്തിന് മമ്മൂട്ടിയും മോഹൻലാലിനേക്കാളും മികച്ച നടനാണ്. നമ്മുടെ സമ്മതിച്ചിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ യഥാർത്ഥ നില മറച്ചുവെക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു നുണ പല തവണ ആവർത്തിച്ചാൽ നേരായി തോന്നുമെന്ന് ഗീബൽസിയൻ തന്ത്രത്തിന്റെ മുഖ്യ പ്രയോക്താവാണ് നമ്മുടെ പ്രധാനമന്ത്രി. ഒരിക്കൽ അദ്ദേഹം നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞു, 50 ദിവസം കൊണ്ട് എല്ലാം നേരെയാകും. നോട്ട് റദ്ദാക്കൽ കള്ളപ്പണക്കാരെ പിടിക്കാനാണ്, പാവപ്പെട്ടവരുടെ പ്രശ്നം വെറും 50 ദിവസം കൊണ്ട് തീരും. ഒടുവിൽ അദ്ദേഹം വിങ്ങിപ്പൊട്ടി, ഇത് സത്യമല്ലെങ്കിൽ എനിക്ക് വധശിക്ഷ വിധിക്കൂ. ജനം ഞെട്ടി. പ്രധാനമന്ത്രിയല്ലേ ഇങ്ങനെ പറയുന്നത്? പക്ഷേ പ്രധാനമന്ത്രിയെ അറിയുന്നവർ ഞെട്ടുകയില്ല. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൂടി പരിഗണിക്കണമെന്നാണ് എന്റെ അഭിപ്രായം.